ചേട്ടാ, കണ്ണൂർ പിണറായിയിലെ ഒരു യുവാവിന്റെ വിപിൻ രാജ് എന്ന് പറഞ്ഞ CPM പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് ഒരു പടക്കം പൊട്ടുന്ന, അതായത് കയ്യിൽ നിന്ന് ഒരു ഉഗ്ര സ്ഫോടനമുള്ള ഒരു വസ്തു പൊട്ടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇത് പടക്കമാണ് എന്നായിരുന്നു ആദ്യം പോലീസ് FIR ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് CPM പ്രവർത്തകരും അത് പ്രചരിപ്പിച്ചത്. പക്ഷെ അത് അങ്ങനെയല്ല കാര്യം എന്നുള്ള ഒരു തെളിവല്ലേ ഇപ്പൊ പുറത്തു വന്ന ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, 2 ദിവസം മുൻപാണ് ഈ കണ്ണൂർ പിണറായി വെണ്ടുട്ടായി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന ഒരു CPM പ്രവർത്തകന്റെ കയ്യിലിരുന്ന് ഒരു സ്ഫോടക വസ്തു പൊട്ടുന്നു. അത് ബോംബ് പൊട്ടൽ എന്ന നിലയിലാണ് വാർത്തകളൊക്കെ വന്നത്. പിന്നീട് അത് വലിയ വിവാദമായപ്പോൾ CPM-ന്റെ നേതാക്കന്മാരൊക്കെ തന്നെ അതിനെ തള്ളിക്കളഞ്ഞ് ബോംബ് പൊട്ടലൊന്നുമല്ല. നമുക്കറിയാം, കണ്ണൂരിൽ നിന്നുള്ള EP ജയരാജന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ വളരെ സിമ്പിൾ ആണെന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് നിങ്ങൾ ഇങ്ങനെ വലിയ ബോംബൊക്കെ ആക്കി മാറ്റുകയാണ്, നമ്മൾ ഉത്സവകാലത്തും ഒക്കെ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കും. ആ പടക്കം ആണ്, അത്തരത്തിലൊരു പടക്കം പൊട്ടിച്ചാണ് മേടിച്ചാണ് സാധാരണ പടക്കം പൊട്ടിക്കുക. ഇത് ഇവര് ഈ കുലത്തൊഴിൽ എന്നുള്ള നിലയിൽ അത് നിർമ്മിച്ച് ചെറിയ പടക്കമൊക്കെ നിർമ്മിച്ച് പൊട്ടിച്ചാണ്. അപ്പോൾ നിർമ്മാണത്തിൽ വന്ന ഒരു പാകപ്പിഴയാണ്. അതിന്റെ അനുപാതത്തിൽ ഈ കെട്ട്, അത് ചിറ്റപ്പന് നന്നായിട്ട് അറിയാം, ഈ പടക്കത്തിലെ കെട്ടുകളുടെ ഒക്കെ ശക്തി എത്രത്തോളം വേണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹം അത് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ശക്തി കൂടിക്കഴിഞ്ഞാൽ കയ്യിൽ തന്നെ പൊട്ടും എന്നുള്ള അനുഭവസ്ഥർക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അവരൊക്കെ ഈ പറയുന്ന പടക്കവും ഇതുപോലെ ബോംബ് നിർമ്മാണത്തിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർ പറയുന്നത് മുഖവിലേക്ക് എടുക്കണം എന്ന് നമ്മൾ ആദ്യം വിചാരിച്ചു. പക്ഷെ ആ ന്യായീകരണം ഇങ്ങനെ പോയപ്പോഴാണ് ഇന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ അത് വെറും പടക്കമൊന്നുമല്ല, ഈ ഓലപ്പടക്കമോ അല്ലെങ്കിൽ കടലാസ് പടക്കമോ ഒന്നുമല്ല സംഭവം. മറിച്ച് അതൊരു വിപിൻ മൊഴി നൽകിയതും വിപിൻ ആ സമയത്ത് മൊഴി നൽകി ആശുപത്രിയിലൊക്കെ ചെയ്യുമ്പോൾ മൊഴി നൽകിയതും പടക്കം പൊട്ടി എന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാലേ, സാധാരണ ഒരു പടക്കമല്ല, അതൊരു അനധികൃതമായിട്ട് നിർമ്മിച്ച ഒരു സ്ഫോടക വസ്തുവാണത്. ബോംബെന്ന് നമുക്ക് പറയാമെന്നറിയത്തില്ല, അത് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷെ അതൊരു സാധാരണ ഒരു ചെറിയൊരു തേങ്ങയുടെ അത്രയും പൊതിച്ച ഒരു തേങ്ങയുടെ അത്രയും വലിപ്പമുള്ള അതിന് തിരി കൊളുത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ദൃശ്യമാണ്. അത് വിപിൻ എന്ന് പറയുന്ന CPM പ്രവർത്തകൻ, അദ്ദേഹം അത് ഇടത്തെ കയ്യിൽ വെച്ചത് കത്തിക്കാൻ നോക്കുന്നു. എന്നിട്ട് അത് തീപ്പെട്ടി ഉരച്ചിട്ട് തീ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പക്ഷെ അതെടുത്ത് ഇങ്ങനെ പരീക്ഷിച്ചെറിയാനൊക്കെയുള്ള ശ്രമം ആയിരിക്കാം. അതിന്റെ തിരി കത്തിച്ച് ഇങ്ങനെ വരികയും അത് പെട്ടെന്ന് പൊട്ടുകയും അവിടെ വെച്ച് വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എന്റെ സുഹൃത്ത് പകർത്തിയ ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. അവരും പറയുന്നത് ഈ റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പൊട്ടാത്ത ഒരു പടക്കം എടുത്ത് കയ്യിൽ വെച്ച് പരിശോധിച്ചു, അന്നേരം പൊട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത് നമുക്ക് കാണുമ്പോൾ അറിയാം. അയാളത് കത്തിക്കുകയാണ്. ഒരു പൊട്ടുമോ എന്ന് പരിശോധിച്ചാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അതൊരു സാധാരണ പടക്കമോ ഒന്നുമല്ല, ഒരു അനധികൃതമായിട്ട് നിർമ്മിച്ച ഒരു സ്ഫോടക വസ്തുവാണ്. ആ സംഭവത്തില് വിപിൻ രാജിന്റെ വലതു കൈയിലെ 3 വിരലുകള് നഷ്ടമായി, ചികിത്സയിലൊക്കെയാണ്. അപ്പോഴ് CPM അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന വാദം അത് തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് വെറും ഒരു പൊട്ടാസോ അല്ലെങ്കിൽ ഓലപ്പടക്കമോ കടലാസ് പടക്കമോ ഒന്നുമല്ല. ഇത്തരത്തിൽ അവർ നിർമ്മിച്ച ഒരു സംഭവം എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാമല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കണ്ണൂരിലെ CPM അവർക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. നമ്മള് സോഷ്യൽ മീഡിയയിൽ കണ്ടു, അവർ ഈ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് അതിന്റെ ദൃശ്യങ്ങള് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, അതായത് ഭീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോസ്റ്റുകളിലായിട്ട് അവർ ഈ പറയുന്ന കൊലവിളി മുദ്രാവാക്യങ്ങള്, ഭീഷണി മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഒരു കൂട്ടം CPM-ന്റെ ക്രിമിനലുകള് കയ്യിലെ മാരകായുധങ്ങളും വടിവാളുകളും ഒക്കെ ഏന്തിക്കൊണ്ട് യഥേഷ്ടം ഇങ്ങനെ റോഡ് തോറും ഇങ്ങനെ വിഹരിക്കുന്നു. എന്നിട്ട് വീടുകളിൽ കയറി വീട്ടുകാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ വെട്ടാനായിട്ട്. നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കണ്ടത് ഒരു യുവാവിനെ, വലിയിരിക്കുന്ന ഒരു യുവാവിനെ ആ വടിവാളെടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ അയാളെന്തോ പറയുന്നു, ഭാഗ്യത്തിന് അയാളെ വെട്ടുന്നില്ല, ആ അരിശം തീർക്കുന്നത് മുറ്റത്ത് കിടക്കുന്ന കാറിലാണ്. കാറിൽ വെട്ടി കാറിന്റെ ചില്ലൊക്കെ തന്നെ തകർക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന സംശയം, ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും അക്രമം നടത്താനായിട്ട് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളുടെ ഒക്കെ തന്നെ ശേഖരമായിരിക്കും. അത് പരീക്ഷിച്ചതാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിലൊക്കെ, ഇത് മാത്രമല്ല ആ സംഭവത്തിന് അവിടെ കണ്ണൂരിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളിലൊക്കെ തന്നെ വലിയ നിസ്സംഗതയാണ് തുടരുന്നത്. ഒരു വിഷയത്തിലും വലിയ രീതിയിൽ കേസെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന വിപിൻ രാജ് എന്ന് പറയുന്ന ആള് CPM-ന്റെ പ്രവർത്തകൻ, അയാള് സാധാരണ ഒരു പ്രവർത്തകനൊന്നുമല്ല. അയാള് 3-4 കേസുകളിൽ പ്രതികളാണ്. അതായത് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച സംഭവത്തിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഒരു കാപ്പ കേസ് പ്രതിയാണ്
എന്നാണ് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. അത്തരത്തിലുള്ള വ്യക്തികളാണ് ഉള്ളത്. അപ്പോൾ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത് ഞങ്ങള് സമാധാന അന്തരീക്ഷം നിങ്ങൾ ശ്രമിക്കുക, ആരാണ് ശ്രമിക്കുന്നത് അറിയത്തില്ല, കോൺഗ്രസിനോട് ഉപദേശിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കൊടുക്കരുത്, അവര് ആണ് ഇവിടെ ബോംബ് നിർമ്മിക്കുന്നത്, ബോംബ് സ്ഫോടനം നടത്തുന്നത് ഒക്കെയാണ് ജയരാജൻ പറയുന്നത്. നിസ്സാരമായിട്ട് കാണുകയാണ്, നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്, ചെറിയൊരു സംഭവമാണ് എന്നുള്ള നിലയിലാണ് അയാൾ പറയുന്നത്. പക്ഷെ നമുക്കറിയാം മുൻകാലങ്ങളിൽ കണ്ണൂരിൽ ഉരുക്കൊണ്ടിട്ടുള്ള ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അക്രമങ്ങള്, കേസുകൾ, അതിനകത്തൊക്കെ തന്നെ പ്രതികളായിട്ടുള്ളത് ആരാണ്? ഈ പി ജയരാജന്റെ മകൻ. ഈ പി ജയരാജന്റെ മകന്റെ കയ്യിലിരുന്ന് ഒരു സ്ഫോടക വസ്തു പൊട്ടി, അത് അവർ പറഞ്ഞത് വിഷുവിന് ആ പടക്കം പൊട്ടിയതാണ് എന്ന സംഭവം പറഞ്ഞു. അയാൾക്ക് പരിക്ക് പറ്റിയതാണ്. പിന്നീട് പോലീസിന് ബോംബ് സ്ഫോടനത്തിന് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായ 2 യുവാക്കൾ അവിടെ കൊല്ലപ്പെട്ടു. നിർമ്മിക്കുന്ന സമയത്താണ് 2 പേര് കൊല്ലപ്പെട്ടത്. അപ്പോഴ് അത് CPM-ന്റെ പ്രവർത്തകരായിരുന്നു കൊല്ലപ്പെട്ടത്. പക്ഷെ CPM ആദ്യം അത് നിഷേധിച്ചു, ഞങ്ങളുടെ പ്രവർത്തകരൊന്നുമല്ല, വേറെ ആരൊക്കെയാണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് CPM തന്നെ ആ പാർട്ടി ചെലവിൽ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ അത് അവരെ രക്തസാക്ഷികളാക്കിക്കൊണ്ട് അവരെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തില് കണ്ണൂർ ജില്ലയിലെ വ്യാപകമായിട്ട് CPM പണ്ട് മുതൽ തന്നെ ബോംബുകൾ നിർമ്മിക്കുന്നതും അത് പൊട്ടുകയും അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയും നിരവധി CPM പ്രവർത്തകർക്ക് ജീവഹാനി ഉണ്ടാവുകയും മാരകമായി പരിക്ക് പറ്റുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നിസാരവൽക്കരിക്കാനാണ് ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അത് ഫലവത്താകാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മനസ്സിലാകുന്നത്. വെറുമൊരു പടക്കമൊന്നുമല്ല, അതൊരു സ്ഫോടക വസ്തു തന്നെയാണ്. അതെങ്ങനെയാണ് അത് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് CPM-ന്റെ സമുന്നതനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുകയാണ്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കണ്ണൂരിൽ ഇത് അന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടന്നിട്ടുള്ള അതിക്രമങ്ങളിലൊന്നും തന്നെ കാര്യമായ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതൊക്കെ വലിയൊരു നിസ്സംഗ മനോഭാവത്തോടെ പോലീസ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വിഷയത്തിലും ഇങ്ങനെ പോകാനാണ് സാധ്യത. കോൺഗ്രസ് വലിയ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇ പി ജയരാജന്റെ ആ ന്യായീകരണത്തെ തന്നെ KPCC അധ്യക്ഷൻ തള്ളിക്കളയുന്നുണ്ട്. ആ ബോംബിനെ അവർ പടക്കമായിട്ട് മാറ്റുകയാണ്, ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴ് എന്തായാലും അവര് ഈ ന്യായീകരിക്കാൻ വന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോഴ് എന്താ പറയുക പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ ഇതിലും നിയമ നടപടികളോ അല്ലെങ്കിൽ പോലീസ് കേസൊന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്.